ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ നീച്ച് പല്ലേക്കലെന്നെ എനിക്ക് ഭയങ്കര മടിയായിരിക്കണം കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് പൈപ്പ് കൂടി വരുന്നത്. പിന്നെ എങ്ങനെ മുഖമൊക്കെ കഴുകുക, അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കഴുകി. ഡൈനിങ് ഹാളിലൊക്കെ നമ്മൾ ഡ്രസ്സ് അങ്ങോട്ട് നീർത്തിയിട്ടിങ് കേട്ടോ. വല്ല ഹോൾസെയിൽ കടയിലേക്കും പോയ പോലെ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. എന്നോട് പറയണം ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇത് ഉണങ്ങൂല, എൻ്റെ കുട്ടിയാൾ തന്നെയാണ് ഉണങ്ങാത്ത, ഇൻ്റെതൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നു. ശരിയാണ് അമ്മ പറഞ്ഞത്, പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ ഇവന്മാരത് ഉണങ്ങൂല. ഇവന്മാർ രാവിലെ തന്നെ വികൃതി തുടങ്ങിക്കണേ. പിന്നെ നമ്മളെ കിച്ചൻ്റെ സൈഡിൽ ആകെ ഒരു ഇരപ്പായി എടുക്കിയിരുന്നു കേട്ടോ. മതിൽ പൊലിഞ്ഞ പോലെയായിരുന്നു. അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമ്മളല്ല, അപ്പുറത്തെ പറമ്പത്തോരാണ് ശരിയാക്കിയത്. പക്ഷേ നമുക്കും മെച്ചമുണ്ടല്ലോ, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ആ ഭാഗം. എന്നിട്ട് ഞാൻ ഒരു രണ്ടാക്കും വേഗം ചായ എടുത്തു. ഞാനും ചായ എടുക്കാമെന്ന് വിചാരിക്കുക. ഇന്ന് ദോശയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉമ്മ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ചിക്കൻ കറി ഞാൻ ഉമ്മേൻ്റെ പേരിൽ പോയിക്കാണ്ട് എനിക്ക് എടുത്തിടുന്നു. ഇവർക്ക് ഞാൻ പഞ്ചസാര കൂട്ടിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ എനിക്കെന്തോ പഞ്ചസാര ഇഷ്ടമല്ല. രാവിലെ എന്തെങ്കിലും ഒരു കറി അതുണ്ടെങ്കിൽ എനിക്കൊരു ബേഴ്സ് ആവുള്ളൂ. അങ്ങനെ ഞാൻ പാത്രം കഴുകാൻ പോവാണ്. ഇവിടെ ചെറിയ സിങ്കാട്ടോ, അതുകൊണ്ട് എനിക്കിവിടെ പാത്രം കഴുകുന്ന ഇഷ്ടമല്ല. വലിയ സിങ്കാവുമ്പോൾ പുറത്തേക്കൊന്നും തെറുക്കൂലല്ലോ, ഇത് നമ്മളാകെ നനയും. എൻ്റെ അമ്മയാണെങ്കിൽ ഈ ജനവാതിലും പിന്നെ മെയിൻ ഡോറൊക്കെ ഇങ്ങനെ അടച്ചിടും. അമ്മക്ക് പേടിയാണ് അതൊക്കെ തുറന്നിട്ട് പണിയെടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല, എനിക്ക് നല്ല വെളിച്ചം വേണം. പണ്ടന്നെ ഞാൻ അങ്ങനെയാണ്, ഇപ്പോൾ കുറച്ച് അധികമായി. വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റ് വേണ്ടേ. അങ്ങനെ ഞാനിതാ പാത്രങ്ങളൊക്കെ ഇന്ന് കുറച്ചുള്ളൂ, കുറച്ചാകെ 4-5 പാത്രങ്ങൾ, പ്ലേറ്റൊക്കെ ആകെ 4-5 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മോറിയൊക്കെ വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി അഥവാ മഴ ചെയ്താൽ ഞാനെങ്ങനെ മുറ്റടിക്കാമെന്ന്. ഇന്നലെ വൈകുന്നേരം ഒന്ന് മുറ്റടിച്ചൊരിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇലകളൊക്കെ ഒന്ന് പെറുക്കിയിട്ടാൽ മതി എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിക്കാണ്ട് ആ ഇലകളൊക്കെ അങ്ങോട്ട് പെറുക്കിയിട്ടു കേട്ടോ. 11 മണിയാകുമ്പോഴത്തേന് പണി തീർക്കണം. ഇമ്മ ഈ സമയം കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചൊരി തുടക്കാമെന്ന് വിചാരിച്ചു. എന്നും നല്ല വൃത്തിയിൽ അടിച്ചൊരി തുടച്ചാലും ഇതുപോലെ കച്ചറ എന്നും ഉണ്ടാവും. ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഒന്നാമത് ഫുഡിൻ്റെ വേസ്റ്റാണ്. ബിസ്ക്കറ്റ്, മിച്ചർ, ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവർ കിടക്കിയിലൊക്കെ പോയി തിന്നും. അതൊക്കെ തട്ടുമ്പോൾ പിന്നെ നല്ല കച്ചറല്ലേ. അങ്ങനെ ഞാനങ്ങോട്ട് തുടച്ചെടുത്തു. പിന്നെ ഞാൻ നിൽക്കാൻ വരുന്ന ടൈമിൽ 4-5 കൂട്ടി ഡ്രസ്സ് സെറ്റാണ് വന്നത്. പക്ഷേ ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നില്ലെങ്കിൽ എൻ്റെ അമ്മാൻ്റെ പഴയ മാക്സി, അല്ലെങ്കിൽ എൻ്റെ ഏട്ടത്തിയാളെ ആരെങ്കിലും ഒരാളെ മാക്സി ഇവിടെയുണ്ടെങ്കിൽ അത് ഞാൻ അതാട്ടിടൽ. ഇതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ ഈ മാക്സിൻ്റെ. അങ്ങനെ ചോറുമ്മ രാവിലെ തീമിട്ടിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചതായിരുന്നു. അത് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഊറ്റിനിടയിൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിക്കോളീന്ന്. അപ്പോഴമ്മ എന്നോട് പറഞ്ഞത് ഞാൻ പീടിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എൻ്റെ മക്കളാകെ വലിച്ചു വാരി ഇരപ്പാക്കി ഇട്ടിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആ റാക്കുമ്പൊക്കെ എടുത്തുവെച്ചാൽ ഞാൻ ക്ലീൻ ആക്കിയിട്ടോളാന്ന്. പക്ഷെ അതൊന്നും ശരിയാവില്ല. അതാത് സാധനങ്ങൾ ഉമ്മാക്കേ അറിയുള്ളൂ എവിടെയൊക്കെ വെക്കേണ്ടി. നമ്മൾ വെച്ചാൽ ഉമ്മാക്ക് അത് ഇഷ്ടാവില്ല, ഉമ്മ തരുമ്പോൾ കാണൂല, പിന്നെ ആ കൊച്ചപ്പാടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അമ്മ പറഞ്ഞ് റാക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും സൈഡിലേക്ക് എടുത്തേക്കും, ബാക്കി അത് കറക്റ്റ് സ്ഥലത്തേക്ക് നിങ്ങളങ്ങനെ അങ്ങോട്ട് വെച്ചോണ്ടീന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സോയാബീന് ചൂടുവെള്ളത്തിലൊന്നുമല്ല, സാധാ തണുത്ത വെള്ളത്തിലാണ് ഇട്ടിട്ട്. ഇന്ന് ചിക്കനും മീനും ഒന്നുമില്ല. അപ്പോൾ സോയാബീൻ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ പരിപ്പും കറി ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മാൻ്റെ പരിപ്പും കറി ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മാൻ്റെ ഈ പരിപ്പും കറി ഇട്ടാൽ. ഓവർ എരിവോ മസാലയോ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ സോയാബീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലുമോന് സോയാബീൻ നല്ല ഇഷ്ടമാണ്. അസാന് കൂട്ടുക എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. എന്തായാലും കൊടുത്തു നോക്കാം, അപ്പോഴെല്ലാവരും ഉള്ളൂ കുട്ടികൾ കൂട്ടുമല്ലേ. നമ്മൾ കൂട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന സാധനങ്ങൾ ഒരുപക്ഷെ ഒരു നല്ല ഇഷ്ടത്തോടെ തിന്നു. ഈ കാര്യം നമ്മൾ കൊടുത്തു നോക്കുമ്പോഴല്ലേ അതറിയുള്ളൂ. അങ്ങനെ എണ്ണ ചൂടാവാതെ സോയാബീൻ അങ്ങോട്ട് ഇട്ട്, എന്നാൽ ഇനി കുഴപ്പമില്ല, ബാക്കിയും കൂടി അങ്ങനെ ഇടാം, ചൂടാകുമ്പോൾ അതിൽ കിടന്ന് ആയിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ളും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. അസാനുവിന് ഈ ചൂല് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് അടിച്ചു വരും, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതുകൊണ്ട് അല്ലുമോനെ തല്ലാൻ തുടങ്ങും, അപ്പോൾ വലിയ പ്രശ്നമാണ്. പിന്നെ നല്ല വെട്ടം വന്നപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന് കുറച്ച് നേരം ഒന്ന് വെയിലുള്ളതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് കണ്ടില്ല, അത് അതുപോലെ ഇങ്ങനെ തോണ്ടിയെടുക്കും. എന്നിട്ട് ഞാൻ ചോറെടുത്ത് കൊലയുമ്പോൾ പോയപ്പോൾ അല്ലുമോന് ഭയങ്കര ഇഷ്ടമായിട്ട് സോയാബീൻ. അത് കണ്ടപ്പോൾ എന്നോട് ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ ഊതികാണ്ട് തിന്നു നോക്കട്ടോ. പക്ഷെ അവനക്ക് നല്ല ഇഷ്ടമായിക്കണം, രസമുണ്ട് എന്ന് എന്നോട് പറയണൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വന്ന നിൻ്റെ ഒരു 4 ടോപ്പ് ഷേപ്പാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ ഫാമിലി ടൈലർ. എൻ്റെ ഡ്രസ്സൊക്കെ അമ്മായി തന്നെയാണ് ഷേപ്പാക്കി തരില്ല. അമ്മായിക്ക് ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ ചെറിയൊരു നാണം വന്നിട്ടാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മക്ക് ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അമ്മമ്മയോട് പറഞ്ഞു നിങ്ങളൊന്ന് ചിരിക്കുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ ചിരിക്കാൻ പറ്റിയ അവസ്ഥയല്ല, ഞാൻ ചിരിക്കൂലാന്ന്. ചില സമയത്ത് ഉമ്മമ്മ ചെറിയ കുട്ടികളെ പോലെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഉമ്മമ്മേൻ്റെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ നല്ല രസമാണ്, ഞങ്ങൾ അതൊരു എൻജോയ്മെൻ്റ് ആക്കി എടുക്കും. നമ്മളും ടെൻഷനായാലും ആക്കത് കൂടിയല്ലേ ഉള്ളൂ, കുറയില്ലല്ലോ. ഇത് ഓസിട്ട്, എനിക്ക് ഓസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഓൻ്റെ അടുത്തേക്കും പോക്കുണ്ട്. ഞാൻ പോയത് അല്ലുമോൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അമ്മാൻ്റെ പേരിലാണ് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുക. എൻ്റെ അല്ലുമോന് കീമുറിയിൽ നിന്ന് വരുമ്പോഴും തിരിച്ച് പോകുമ്പോഴും ആ കവർ ഓൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.